NID പ്രിലിംസിന്റെ ഒരു ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് അതിന്? 1 year ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പയ്യെ ആദ്യമൊക്കെ സ്ലോ ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. ഇപ്പം ഡെയിലി ഒരു സ്കെച്ച് അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് അധികം അങ്ങനെ സ്കെച്ച് ചെയ്തൊന്നുമില്ല, തിങ്കിൽ തന്നെ മിക്കവാറും ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ട്രെയിനിൽ പോകുമ്പം ട്രെയിനിൽ ലൈവ് സ്കെച്ച് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ പ്രിലിംസിന്റെ അവസാനം ആ മന്തൊക്കെ ആയപ്പോൾ ഒരു ചെറിയ പേടി കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ആങ്സൈറ്റി ഒക്കെ വന്നു തുടങ്ങിയല്ലോ. ചെറുതായിട്ട്. എങ്ങനെയായിരുന്നു അനഘയ്ക്ക്? അവസാനത്തെ മാസം എന്താണ് ഒന്നും ചെയ്തില്ല, ഞാൻ സിനിമ കണ്ടോണ്ട് ഇറക്കുമായിരുന്നു. എന്നുള്ള തന്നെ വർക്ക് ലോഡ് കണക്കുണ്ടായിരുന്നു. പിന്നെ അതിന്റെ കൂടെ എങ്ങനെയെങ്കിലും ആ ഒരു മോട്ടിവേഷൻ ഒക്കെ പോയി, കുറെ പണിയെടുത്തെടുത്തെടുത്ത്. അപ്പൊ ആ ഒരു മാസം ശരിക്കും പറഞ്ഞ ഫ്രീ ആയിരുന്നു. ഫ്രീ എന്ന് പറയാൻ ടെൻഷൻ കൊണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. പഠിക്കാൻ തോന്നുന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. പിന്നെ NID ഇങ്ങനെ പോയി എഴുതി കിട്ടുന്ന എന്തായാലും ഉറപ്പായിരുന്നല്ലോ, ക്വാളിഫൈ ആവുന്ന ഉറപ്പായിരുന്നു. എങ്ങനെയായിരുന്നു ഹരിന്? നമുക്ക് നിഫ്റ്റിലാകുമ്പോ കുറച്ചുകൂടെ അരിത്തമെറ്റിക് സെക്ഷൻ കുറച്ചുകൂടെ ഉണ്ട്, അപ്പൊ അതൊക്കെ നോക്കി ഇരിക്കുവായിരുന്നു. പിന്നെ GK ആ ഒരു ഇതാണ്. പിന്നെ തിങ്കിന്റെ ഇത് എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്യും. എല്ലാ ഡേയ്സും ഒരു 2 അസൈൻമെന്റ് വെച്ചാലും കാണും. അപ്പൊ അത് തന്നെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം കവർ ആവും. അസൈൻമെന്റ്സ്, ഈ ഡെയിലി ടാസ്ക് അസൈൻമെന്റ്സ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? ഷോർട്ട് വൈലിൽ ഈ ഒരു മാസ് ഓഫ് നോളജ് അവിടെ അറ്റൈൻ ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഒരു ഓൾറെഡി നിങ്ങളൊരു ഡിസൈനർ ആയിട്ടാണ് ഇവിടുത്തെ ട്രെയിനിങ് തന്നെ. ഇത് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു, ഭയങ്കര പയ്യെ ഇങ്ങനെ ഡെയിലി ഒരു 10 hours ഒന്നും പഠിക്കുക അങ്ങനെയൊന്നും അല്ലായിരുന്നു. ലൈഫ് സ്കെച്ച് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ സ്കെച്ച് ചെയ്ത് എല്ലാ സ്കെച്ച് ചെയ്യും, കാണുന്ന എല്ലാ സ്കെച്ച് ചെയ്യും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുള്ളൂ. അതെ. പിന്നെ മൂവീസ്, ഇപ്പം മൂവീസ് ആണ് ശരിക്കും സാധിച്ചിട്ടുണ്ട് തന്നെ, മെയിൻസിലാണെങ്കിലും. അതെ, അതെനിക്ക് മനസ്സിലായി. അരവിന്ദ് ക്ലാസ് പുള്ളിക്കാരൻ്റെ ഭയങ്കര എന്താ പറയുക, ഈ ഒരു വിഷയത്തെ കുറിച്ച് ഭയങ്കര താല്പര്യമായിട്ടാണ് പറയുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് ആനിമേഷനും അതേ കണക്കായിരുന്നു. അപ്പൊ ആരായാലും പഠിപ്പിക്കാൻ വന്നാൽ അവരുടെ വർക്ക്സ് ഒക്കെ ഷെയർ ചെയ്യും. ഇത് കാണുമ്പോൾ ഇത് എനിക്കും ചെയ്യാം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആനിമേഷനും ചെയ്തിട്ടുണ്ട്.